everyone. SSLC Mathematics third chapter ആയ Arithmetic Sequence and Algebra-യുടെ ലാസ്റ്റ് വർക്ക്ഷീറ്റാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്താം എന്നും അതിലൂടെ നമുക്ക് ആവശ്യമുള്ള അത്രയും പദങ്ങളുടെ തുക എങ്ങനെ കണ്ടെത്താം എന്നുമുള്ള പുതിയ ആശയമാണ് നാം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് വിഷമം അനുഭവപ്പെടുന്ന തുകയുടെ ബീജഗണിതം എന്ന ഒരു ആശയത്തെ എങ്ങനെ സിമ്പിളായി അവതരിപ്പിക്കാം എന്നാണ് നാം ഈ വർക്ക്ഷീറ്റിലൂടെ പരിശോധിക്കുന്നത്. ഈ വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി കിട്ടുന്നതിന് ജോയിൻ ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ ക്ലാസ്സിനെ മെച്ചപ്പെടുത്താൻ എനിക്ക് സഹായകമാകുന്നത്. ഈ വർക്ക്ഷീറ്റുകൾ കൂടുതൽ കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കാൻ ക്ലാസ് കണ്ട ശേഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ ക്വസ്റ്റ്യൻ എഴുതി ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എഴുതിയിരുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇംഗ്ലീഷിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് നാം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ എഴുതി മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇന്ന് നാം പഠിക്കുന്ന പുതിയ ആശയം എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയുടെ ബീജഗണിതം എന്നൊരു ആശയമാണ്. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൽ നിന്ന് എങ്ങനെ തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്താം, ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും പദങ്ങളുടെ തുക കണ്ടെത്താം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അതിനു മുൻപ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുന്നതിനെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് nth ടേം ആണെന്നും ആ nth ടേം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം എന്തായിരുന്നു? nth ടേം ഈക്വൽ ടു f + n - 1 × d, അല്ലെങ്കിൽ അത് ബ്രാക്കറ്റ് ഒന്ന് നീക്കം ചെയ്താൽ dn + f - d. ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞത് nth ടേം ബീജഗണിത രൂപം എല്ലായ്പ്പോഴും ഏത് രൂപത്തിലായിരിക്കും എന്ന് an + b എന്ന രൂപത്തിലായിരിക്കും. an + b എന്ന രൂപത്തിലായിരിക്കും. അതായത് ഇതിന്റെ അർത്ഥം ഒരു ഫസ്റ്റ് ഡിഗ്രി അല്ലെ, ഫസ്റ്റ് ഡിഗ്രി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിരിക്കും അല്ലെ. ഇതൊരു ബീജഗണിത വാചകം, ഒന്നാം കൃതിയുള്ള ഒരു ബീജഗണിത വാചകം ആയിരിക്കും. ക്ലിയർ ആണ്? n-ന്റെ പവർ 1 ആയിരിക്കും എന്നർത്ഥം. ഇതിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, a not equal to 0 ആയിരിക്കും. n ഉൾപ്പെടുന്ന പദം ഉണ്ടാകണം എല്ലായ്പ്പോഴും. അതായത് n-ന്റെ ഗുണകം ഒരിക്കലും 0 ആകരുത്. ക്ലിയർ? ഇനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അത് n-നെ 1, 2, 3 വിലകൾ കൊടുത്താൽ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ നമ്മൾ കൂടുതലായി പറഞ്ഞത് n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. n-ന്റെ കോഎഫിഷ്യന്റ്, അതായത് a ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. n-ന്റെ കോഎഫിഷ്യന്റ് n-ന്റെ ഗുണകം ആയിരിക്കുമെന്നും ഫസ്റ്റ് ടേം ഈക്വൽ ടു a + b ആയിരിക്കും എന്നും പറഞ്ഞിരുന്നു. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്താൽ 2n - 1 ആണ് nth ടേം എങ്കിൽ നമുക്ക് n-ന് 1, 2, 3 വിലകൾ കൊടുത്താൽ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടുമെന്നോ അല്ലെ സമാന്തര ശ്രേണി എഴുതാം. കൂടാതെ നമ്മൾ പറഞ്ഞിരുന്നു, ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ സാധിക്കുമേ കോമൺ ഡിഫറൻസ് d-യുടെ വില അതിന്റെ n-ന്റെ അടുത്തുള്ള സംഖ്യ 2. കണ്ടോ? എളുപ്പം കണ്ടോ? അതുപോലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഈ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യണം, 2ഉം -1ഉം കൂടി കൂട്ടണം. 2 + -1 അതായത് 1 കിട്ടും എന്നും പറഞ്ഞിരുന്നു. ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമുക്ക് വെറുതെ ബൈഹാർട്ട് പഠിക്കാനല്ല, നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണിത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച കാര്യം, ഓൾജിബ്രയിൽ നിന്ന് ഇത്രയും പഠിച്ച് കുറെ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള ഒരു വർക്ക്ഷീറ്റിൽ പഠിച്ചത് ഓഡ് നമ്പേഴ്സിന്റെ സം 1 + 3 + 5 + etc. പ്ലസ് അല്ലേ nth ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2n - 1. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് n² ആണെന്ന് പഠിച്ചിരുന്നു. n ഈവൻ നമ്പേഴ്സിന്റെ സം ഓഫ് ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്
സം ഓഫ് ഫസ്റ്റ് ഈവൻ നമ്പർ nth ഈവൻ നമ്പർ 2n ആണ്. അത് എത്രയാണ്? സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പർ അതാണ് n ഇൻറ്റു n പ്ലസ് 1 എന്ന് നമ്മൾ പഠിച്ചിരുന്നു, ഓർക്കുക. കൂടാതെ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ n നാച്ചുറൽ നമ്പർ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ, എന്നാമത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ഇത് കിട്ടുന്നതിന് ഇതിന്റെ പകുതിയാണ് ഇരട്ട സംഖ്യകളുടെ തുകയുടെ പകുതി, അതായത് n ഇൻറ്റു n പ്ലസ് 1/2 ആണെന്നും പറഞ്ഞിരുന്നു. ഈ ആശയങ്ങൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ്, മാച്ചിങ് പ്രോബ്ലം, കേസ് സ്റ്റഡി, പാറ്റേൺസ് തുടങ്ങിയ എല്ലാതരം പ്രോബ്ലംസും കഴിഞ്ഞ വർക്ക്ഷീറ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. ഇന്ന് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് an പ്ലസ് ബി രൂപത്തിലായിരിക്കും. അത് an പ്ലസ് ബി ആണെന്നിരിക്കട്ടെ. ക്ലിയർ? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര ബീജഗണിത രൂപം an പ്ലസ് ബി ആണ് എന്ന് വിചാരിക്കുക. വേർ a നോട്ട് ഈക്വൽ ടു 0. ബിയുടെ വില 0 ആകാം. എക്സാമ്പിൾ ചില അരിത്മെറ്റിക് സീക്വൻസിന്റെ 2n എന്ന് വരാം. അതായത് ഇത് 2n പ്ലസ് 0 എന്നാണ്. അതായത് ഇവിടെ b 0 ആയി പോയി. ക്ലിയർ? നെഗറ്റീവ് ഹാഫ് n എന്നും വരാം. അതിൻ്റെ അർത്ഥം ഇത് ഇവിടെയും b എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് 0 ആണ്. ക്ലിയർ? എല്ലായ്പ്പോഴും an പ്ലസ് ബി രൂപത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് സം ഓഫ് n ടേംസ് കാണാനുള്ള സൂത്രം ഇതാണ്. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, n-ന്റെ കോഎഫിഷ്യന്റ് a ഇൻറ്റു സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ n എന്നല്ലേ ഉള്ളത്? n എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനെ സൂചിപ്പിക്കുന്ന എണ്ണൽ സംഖ്യയാണ്. ക്ലിയർ? എങ്കിൽ ഇവിടെ സം കാണുമ്പോൾ ആ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണണം. അതായത് a ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഓക്കെ, പ്ലസ് bn ടൈംസ് സം ഓഫ് n ടൈംസ് കാണുമ്പോൾ b എന്ന കോൺസ്റ്റന്റ് n ടൈംസ് ഉണ്ടായിരിക്കും. അതായത് bn, b എന്ന കോൺസ്റ്റന്റ് n ടൈംസ് ആഡ് ചെയ്യണം. അതായത് bn വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? a ഇൻറ്റു ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് കാണും? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn എന്നതായിരിക്കും ഏതിന്റെ? സം ഓഫ് n ടേംസ്, അതായത് ഓൾജിബ്ര ഓഫ് ദ സം, ഓൾജിബ്രൈക് ഫോം ഓഫ് ദ സം യെസ് a into n into n plus 1, a into n into n plus 1/2 plus bn എന്നതായിരിക്കും. ക്ലിയർ? ഇതാണ് സം എന്ന് പറയുന്നത്. ഇതിനെ ഏത് രൂപത്തിലാക്കാം നമുക്ക്? ഇത് എപ്പോഴും നിങ്ങൾക്കറിയാം n into n സ്ക്വയർ, അതായത് ഒരു രണ്ടാകൃതി ബീജഗണിത വാചകമായിരിക്കും അല്ലെ? ഇതൊരു രണ്ടാകൃതി ബീജഗണിത വാചകമായിരിക്കും. ഞാൻ ഇതിനെ an സ്ക്വയർ പ്ലസ് ഒരു bn ഉണ്ടായിരിക്കും, bn എന്ന് എഴുതുകയാണെങ്കിൽ സം ഓഫ് n ടേംസ് എല്ലായ്പ്പോഴും ഈ രൂപത്തിലായിരിക്കും. nth ടേം an പ്ലസ് b രൂപത്തിലാണെങ്കിൽ സം ഓഫ് n ടേംസ് an സ്ക്വയർ പ്ലസ് bn രൂപത്തിലായിരിക്കും. അതായത് സെക്കൻഡ് ഡിഗ്രി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിരിക്കും. ആയിരിക്കും സമ്മിനെ സൂചിപ്പിക്കുന്നത്. ഒരു രണ്ടാകൃതി ബീജഗണിത വാചകമായിരിക്കും ഈ തുകയെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ? എക്സാമ്പിൾ 2n സ്ക്വയർ പ്ലസ് 3n. ഇത് കണ്ടാൽ നമുക്കറിയാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മാണ്. ക്ലിയർ? ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കുന്ന ബീജഗണിത വാചകമാണ് ഇത്. മറ്റൊന്ന് ഹാഫ് n സ്ക്വയർ മൈനസ് n. ഇതും ഒരു തുകയെ സൂചിപ്പിക്കുന്ന ബീജഗണിത വാചകമാണ്. ഇത് രണ്ടാകൃതിയാണ്, അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയുടെ തുകയെ സൂചിപ്പിക്കും. നെഗറ്റീവ് 3n സ്ക്വയർ, ഇതും ഒരു രണ്ടാകൃതി ബീജഗണിത വാചകമാണ്. ഇതും സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയെ സൂചിപ്പിക്കും. ഒരിക്കലും ഇതിൽ a നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതിലെല്ലായ്പ്പോഴും a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നോക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Algebraic form of an arithmetic sequence is 2n plus 3.
ചോദ്യം ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 2n+3 എങ്കിൽ നിങ്ങൾ കാണേണ്ടത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര എന്നുള്ളതാണ്. ക്ലിയർ? nth ടേം xn ഈക്വൽ ടു 2n+3 എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആണ് അല്ലേ? സം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സം കാണാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ സാധിക്കുന്ന ഓൾജിബ്ര ഉപയോഗിച്ച് ഇതിൽ നിന്ന് സം കാണാനുള്ള സൂത്രം എങ്ങനെ എഴുതാം? ആലോചിച്ച് നോക്കൂ. 2 ഇൻറ്റു എന്നിന് പകരം 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ അല്ലെ? എന്നിന് പകരം നിങ്ങൾ എഴുതേണ്ടത് സം എഴുതുമ്പോൾ 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം പ്ലസ് 3 എന്നുള്ളത് n ടൈംസ് 3n. ഇതാണ് സം കാണാനുള്ള സൂത്രം. 2 ഇൻറ്റു ഇതിന് പകരം എന്ത് എഴുതാം? 2 ഇൻറ്റു ഇതിന് പകരം നിങ്ങൾക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് n ഇൻറ്റു n+1/2 അല്ലേ? പ്ലസ് 3n. ക്ലിയർ അല്ലേ? 2 ഉം 2 ക്യാൻസൽ ആയി. നമുക്ക് n ഇൻറ്റു n+1 n ഇൻറ്റു n+1 പ്ലസ് 3n എന്ന് വന്നു. ഇത് എത്രയോ ആയിക്കോട്ടെ, ഇത് സം ഓഫ് n ടേംസ് ആണ്. സം ഓഫ് n ടേംസ്. ക്ലിയർ? നിങ്ങൾക്ക് ചോദ്യം സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം എന്താണ് എന്ന് സിംപ്ലിഫൈ ചെയ്യാനൊന്നും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളോട് ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. സം ഓഫ് 10 ടേംസ് ഈക്വൽ ടു, അതായത് എന്നിന് പകരം n ടേംസ് ഉള്ളതിന് എന്നിന് പകരമാണ് 10 കൊടുക്കേണ്ടത്. ചെയ്തു നോക്കൂ മക്കളെ, നിങ്ങൾ സ്വയം ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. n കാണുന്ന സ്ഥലത്തൊക്കെ 10 കൊടുക്കണം കേട്ടോ. 10 ഇൻറ്റു 10+1 പ്ലസ് 3 ഇൻറ്റു 10 3 ഇൻറ്റു 10. നമുക്ക് 3 ഇൻറ്റു 10 ബ്രാക്കറ്റിൽ ഇട്ടോളൂ, കാരണം നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് 10 ഇൻറ്റു 11 110 പ്ലസ് 30 എത്ര കിട്ടി? 140 എന്ന ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? 140. അതായത് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്നുള്ളത് ഈ ഐഡിയ നിങ്ങളോട് ഉപയോഗിക്കണം. ഇനി ഈ സൂത്രത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഏതെങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റക്കായി നിൽക്കേണ്ടതുണ്ട്. 1 + 2 + 3 + etc +10 എന്നിന് പകരം 10 ആണ്. 1 മുതൽ 10 വരെയുള്ള എണ്ണ സംഖ്യയുടെ തുക നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ? 55 എന്ന് കിട്ടും അല്ലേ? അതാണ് 2 ഇൻറ്റു 55 110 110 പ്ലസ് 3 പത്തുകളും, അതായത് 30. 110 30 140. ഇത് തന്നെയാണ് ഇത്. ക്ലിയർ? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞേ, ഫോർമുല ഓർമ്മ വരുന്നില്ല എന്നൊന്നും പറഞ്ഞേ നിങ്ങൾക്ക് വെറുതെ സമയം മെനക്കെടുത്തണ്ട. ഇനി നിങ്ങൾ മുമ്പ് പഠിച്ച ജോഡികളുടെ എണ്ണം പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ആലോചിച്ചാലും മതി. 1 ലാസ്റ്റ് n, അതായത് പെയർ സം n+1. എത്ര പെയറുകൾ ഉണ്ടാവും? എണ്ണത്തിൽ n/2 പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ n+1. ക്ലിയർ? n/2 പെയർ ഉണ്ട്, ഒരു പെയർ സം n+1 ആണ്. അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞ ഈ ചോദ്യത്തെ കംപ്ലീറ്റ് ഒഴിവാക്കി കളയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓർമ്മയുള്ളവർ കൃത്യമായി അതിൻ്റെ സ്റ്റെപ്പ് എഴുതി ചെയ്തുകൊള്ളി. അല്ലാത്തവർ നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണും. ആ തുകയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 30 കൂട്ടുക. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളത് വിഷമമാണ്, സമ്മാണ്, തുക കാണാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞ് അത് ഒഴിവാക്കി കളയരുത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും കേട്ടോ. നോക്കൂ മക്കളെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് കോമൺ ഡിഫറൻസ് 6. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5, പൊതുവ്യത്യാസം 6 നിങ്ങളുള്ള ആദ്യ ചോദ്യം എന്താണ്? റൈറ്റ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദ സീക്വൻസ്. ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. എല്ലാവർക്കും ഇഷ്ടമാണ് ബീജഗണിത രൂപം കാണാൻ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? സിമ്പിൾ അല്ലേ? ചെയ്തു നോക്കൂ. എന്നിട്ട് xn ഈക്വൽ ടു എന്താണ്? dn പ്ലസ് f മൈനസ് d. dn പ്ലസ് f മൈനസ് d. f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ചെയ്യാനാണ് പരിചയിച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അതായത് d എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഡിഫറൻസ്.
ഡി എന്ന് പറയുന്നത് 6ഉം ഫസ്റ്റ് ടേം എഫ് 5ഉമാണ്. ചേർത്ത് നോക്കൂ വില. ഡി എൻ 6n പ്ലസ് എഫ് 5 മൈനസ് 6. അതായത് nth ടേം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 6n 5 മൈനസ് 6 5 മൈനസ് 6. 5 മൈനസ് 6 എത്രയാണ്? 1 ആണോ? അല്ല. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചാൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇടണം കേട്ടോ. -1 -1 6n -1. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ? algebraic form of this arithmetic sequence xn nth term equal to 6n -1. Clear? Next question, find the sum of first 20 terms. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. നമ്മൾ ഓൾജിബ്ര ആണ് ഇവിടെ ചോദിച്ചെങ്കിൽ അവർ ഓൾജിബ്ര യൂസ് ചെയ്യാനാവും ഉദ്ദേശിച്ചത്. ഇനി ഓൾജിബ്ര യൂസ് ചെയ്ത് ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ അല്ലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ പെയർ സം ഉപയോഗിച്ച് ചെയ്യാം. പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയർസ് അല്ലേ, ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയുടെ തുക. പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴിവിടെ ചെയ്യുന്നത്. ഓൾജിബ്ര ചോദിച്ചതുകൊണ്ട്, ബീജഗണിതം ചോദിച്ചതുകൊണ്ട് അവർ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. വളരെ സിമ്പിളാണ്, നോക്കാം നമുക്ക്. അതായത് സം കാണാനാണെങ്കിൽ സം കാണാനുള്ള മാർഗം എന്താണ്? ഇതിന്റെ ഓൾജിബ്ര 6n ഓൾജിബ്ര nth ടേം ഈക്വൽ ടു 6n മൈനസ് 1 ആണ്. അതായത് 6 ഇൻറ്റു n എന്നതിന് പകരം n ടേമിന്റെ സമ്മ്, n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അല്ലേ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, ശരിയല്ലേ? ഇനി മൈനസ് 1 എത്ര ടൈംസ്? n ടൈംസ് മൈനസ് ചെയ്യണം. -1 ഇൻറ്റു n. ക്ലിയർ? അതായത് 6 ഇൻറ്റു ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്നാണ് പറയുന്നത്. നമുക്ക് ഫോർമുല അറിയുന്ന കുട്ടികളെ n ഇൻറ്റു n പ്ലസ് 1/2 മൈനസ് n. ഇതാണ് ഓൾജിബ്ര. സമ്മിന്റെ ഓൾജിബ്ര ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ആക്കാം. 2 6 3 ടൈംസ്. ഓക്കെ. ഇനി 20 ടേമിന്റെ സമ്മ് എന്നാണ് സം ഓഫ് 20 ടേംസ്. ക്ലിയർ? സം ഓഫ് 20 ടേംസ് കാണാൻ 3 ഇൻറ്റു n കാണുന്നവർക്കൊക്കെ 20 കൊടുക്കുക. 20 ഇൻറ്റു n പ്ലസ് 1 20 പ്ലസ് 1 21 മൈനസ് എത്ര? n എന്ന് പറയുന്നത് 20 ആണ്. ശരിയല്ലേ? പക്ഷെ ഇവിടെ കുട്ടികൾ തെറ്റിക്കും. 21 മൈനസ് 20 ആദ്യം കണ്ടുപിടിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയാറുള്ള ഒരു സൂത്രമുണ്ട്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം വന്നാൽ നിങ്ങളൊന്നും ബ്രാക്കറ്റിലില്ല. നിങ്ങളുടെ മാർക്ക് പോവാതിരിക്കാനാണ് കേട്ടോ. അല്ലെങ്കിൽ പല കുട്ടികളും 21 മൈനസ് 20 1 എന്ന് ഇവിടെ എഴുതി പോകും. 3 ഇൻറ്റു 20 ഇൻറ്റു 1 എന്ന് എഴുതും. തെറ്റ് വരും എന്നുള്ള സംശയമുള്ളവരെ നിങ്ങളുടെ മാർക്ക് പോവാതിരിക്കാൻ ഇതൊന്നും ബ്രാക്കറ്റിലില്ല. ഇനി ചിന്തിച്ചു നോക്കുക. 1260 നിന്ന് 20 മൈനസ് ചെയ്താൽ 1240 കിട്ടും. അതായത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക 1240. nth ടേം കണ്ടുപിടിക്കാം. സം ഓഫ് 20 ടേംസ് കാണാൻ 6 ഇൻറ്റു 20 പദങ്ങളുടെ തുക മൈനസ് 1 ഇൻറ്റു 20 എന്നാണ് വരിക. 6 ഇൻറ്റു ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം 1 പ്ലസ് 2 പ്ലസ് അങ്ങനെ പ്ലസ് n എന്നുള്ളതിന് പകരം 20 പദങ്ങളുടെ തുക കാണാൻ ഈ സൂത്രം ഒന്നും അറിയാത്തവര് 20 എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക. 6 ഇൻറ്റു 20 എണ്ണൽ സംഖ്യയുടെ തുക മൈനസ് 20 എന്ന് വരും. മനസ്സിലായില്ലേ? ആ രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ആൻസർ 1240 കിട്ടും. സി പാർട്ട് നോക്കൂ. obtain the algebraic form of the sum of terms of the sequences. sum of terms ന്റെ ഓൾജിബ്ര കാണാനാണ് നമ്മൾ ഇത്തിരി നേരത്തെ പറഞ്ഞതുപോലെ nth ടേം യൂസ് ചെയ്തിട്ടാണ്. nth ടേം 6n - 1 അല്ലേ. algebra of sum എന്ന് പറഞ്ഞാൽ sum of n terms ആണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? 6 ഇൻറ്റു n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അല്ലേ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പ്ലസ് n മൈനസ് 1 ഇൻറ്റു n എന്നല്ലേ നമ്മൾ മുൻപും എഴുതിയത്. ഇത് തന്നെയാണ് അല്ലേ. പക്ഷേ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്നില്ല. അത് എത്തിക്കണം എന്നുള്ളതാണ്. 6 ഇൻറ്റു ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് n ഇൻറ്റു n പ്ലസ് 1/2 ശരിയല്ലേ. മൈനസ് n
നമ്മൾ 2 6 ക്യാൻസൽ ആക്കി 3 ടൈംസ്. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു എൻ, 3n കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3n ഇൻറ്റു എൻ, 3n ഇൻറ്റു എൻ പ്ലസ് 3n ഇൻറ്റു 1, 3n ഇൻറ്റു 1. ഓക്കെ, മൈനസ് എൻ എത്ര വന്നു? 3n സ്ക്വയർ പ്ലസ് 3n മൈനസ് എൻ. ഓക്കെ, എന്താണ് സം ഓഫ് n ടേംസ്? ഇതാണ് ഓൾജിബ്ര. ഓക്കെ, സം ഓഫ് n ടേംസ് 3n സ്ക്വയർ 3nൽ നിന്ന് n കളഞ്ഞാൽ പല കുട്ടികൾക്കും അതറിയില്ല. ഇത് എത്ര n ആണ് മക്കളെ? n മാത്രം പറഞ്ഞാൽ അത് 1n ആണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് 1n ഇടുക. അപ്പൊ 3n നിന്ന് 1n കളഞ്ഞാൽ, അതായത് 3n നിന്ന് 1n മൈനസ് ചെയ്താൽ 2n അല്ലേ, പ്ലസ് 2n. ഇതാണ് ഓൾജിബ്ര ഓഫ് സം ഓഫ് ടേംസ് അല്ലേ, തുകയുടെ ബീജഗണിത രൂപമാണ് 3n സ്ക്വയർ പ്ലസ് 2n. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്തത്. നോക്കൂ, നമുക്ക് F5 D6 ആണെങ്കിൽ അത്തരം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് n ടേംസ്, അതായത് ഓൾജിബ്ര 3n സ്ക്വയർ പ്ലസ് 2n ആയിരിക്കും. മക്കളെ, ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഞാൻ ഓൾജിബ്ര ഓഫ് സീക്വൻസ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള ബന്ധം പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? xn ഈക്വൽ ടു an പ്ലസ് ബി ആണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു d എന്ന് പറയുന്നത് ഈ n ന്റെ കോഎഫിഷ്യന്റ് a ആണെന്നും അതുപോലെ f എന്ന് പറയുന്നത് a പ്ലസ് ബി ആയിരിക്കും എന്നും സൂത്രം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു സൂത്രം നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് സിമ്പിളാണ് കേട്ടോ. അത് കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും കിട്ടുന്നതല്ല. നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺക്ലൂഷൻ വന്നതാണ്. ഓക്കെ, ഇവിടെ അതുപോലെ ഫസ്റ്റ് ടൈം 5ഉം D6ഉം ആണെങ്കിൽ ഇത്തരം കുറേ പ്രോബ്ലംസ് ചെയ്ത് ബന്ധം നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ടൈംസ് ആയിരിക്കും, ഡബിൾ ആയിരിക്കും. 3 ആണെങ്കിൽ 6 ആണ് അല്ലേ? 2 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ, 2 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. ക്ലിയർ? മനസ്സിലായോ? 2 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. ഇതിനെ ഞാൻ an സ്ക്വയർ പ്ലസ് bn എന്ന് എഴുതുമായിരുന്നു എങ്കിൽ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇവിടെ സ്മോൾ ലെറ്ററും ഇവിടെ ക്യാപിറ്റൽ ലെറ്ററും ഉപയോഗിച്ചത്. ഈ രണ്ട് എയും വ്യത്യാസമുണ്ട് അല്ലേ? രണ്ട് എ, ഈ എയുടെ വാല്യൂ അല്ല ഈ എയുടെ വാല്യൂ. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2a എന്ന് എഴുതാം. ഓക്കെ, ഇതേപോലെ ഫസ്റ്റ് ടൈം നോക്കൂ. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 ആണ്, 3 പ്ലസ് 2 ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് സം ആണ്, a പ്ലസ് ബി ആണ്. അതിവിടെ നമ്പേഴ്സിന്റെ സം ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ട് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ ടൈം യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രൊജക്റ്റ് കൂടിയും അസൈൻമെന്റ് കൂടിയൊക്കെ സ്വയം കണ്ടെത്തുന്ന ഒരു അറിവാണ് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് -3n സ്ക്വയർ മൈനസ് 2n എന്നാണ് സമ്മിന്റെ ഓൾജിബ്ര എന്ന് തന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പറയാൻ പറ്റും d എന്ന് പറയുന്നത് -3യുടെ ഡബിൾ -6 ആണെന്നോ. അതുപോലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -3ഉം -2ഉം കൂടി ആഡ് ചെയ്താൽ അതായത് -5 ആണ്. -5ൽ നിന്ന് തുടങ്ങി 6 വീതം കുറഞ്ഞു വരുന്ന, -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6 വീതം കുറഞ്ഞു വരും. ക്ലിയർ? 6 കുറഞ്ഞാൽ ഇതെത്രയാണ്? -11. വീണ്ടും 6 കുറഞ്ഞാൽ -17 എക്സെട്ര. ഈ ഒരു സീക്വൻസ് ആണിത്. ക്ലിയർ? ഈ സീക്വൻസിന്റെ സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്തുക. ഇതിൽ നിന്ന് ഇതിലേക്ക് എത്താനും പറ്റും. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. n-ന് 1 കൊടുത്താൽ 2 കൊടുത്താൽ 3 കൊടുത്താൽ ഒക്കെ ചെയ്യുന്ന രീതി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതൊരു ഷോർട്ട് കട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, ആവശ്യമില്ലാത്തവർ അത് ഉപേക്ഷിക്കാം. നേരായ വഴി കൂടെ ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം.
പക്ഷെ നമുക്ക് ടൈം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സോ അങ്ങനെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3 അരിത്മെറ്റിക് സീക്വൻസ്, 3 സമാന്തര ശ്രേണികൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അല്ല എല്ലാ അരിത്മെറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ടേം 1 ആണ്. ആദ്യപദം 1ഉം പിന്നെ പൊതുവ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സീക്വൻസിന് 1, രണ്ടാമത്തേന് 2, മൂന്നാമത്തെ സമാന്തര ശ്രേണിക്ക് 3. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ 3 അരിത്മെറ്റിക് സീക്വൻസസും സമാന്തര ശ്രേണികളും എഴുതുക എന്നാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 ആണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 1നോട് 1 കൂട്ടിയാൽ 2, 3, 4 എക്സെട്ര. ഇതാണ് അല്ലേ അടുത്ത ഇതാണ് സീക്വൻസ് 1, ഒന്നാമത്തെ സീക്വൻസ് എന്ന് ഞാൻ S1 എന്ന് എഴുതുകയാണ് കേട്ടോ, സമ്മല്ല, സീക്വൻസ് 1. ക്ലിയർ? സമാന്തര ശ്രേണി ഒന്നാമത്തെ. രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 2 വീതം കൂടി കൂടി പോകണം. അങ്ങനെയാണെങ്കിൽ 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, ഒറ്റ സംഖ്യകൾ അല്ലേ, ഒരു നമ്പേഴ്സ്. മൂന്നാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ സീക്വൻസ് ഒന്ന് എഴുതി നോക്കൂ. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 3 ആണ് കോമൺ ഡിഫറൻസ്, 3 പൊതുവ്യത്യാസം വേണം. 1നോട് 3 കൂട്ടിയാൽ 4, 4നോട് വീണ്ടും 3 കൂട്ടിയാൽ 7, 7 3 10 എക്സെട്ര. ക്ലിയർ അല്ലേ? 3 സീക്വൻസ് എഴുതുക, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഓൾജിബ്രൈക് ഫോം എഴുതുക എന്നാണ്. എല്ലാ 3 സീക്വൻസിന്റെയും ഓൾജിബ്രൈക് ഫോം എഴുതുക. നമുക്ക് ഇവിടെ തന്നെ അതൊന്ന് ചെയ്തു നോക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ തെളിയില്ലേ? കാണില്ലേ നിങ്ങൾക്ക്? ഇതാ ഒന്നാമത്തെ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം. xn nth ടേം എന്ന് പറയുന്നത് നമുക്ക് ഫോർമുലയിൽ നിന്ന് dn + f - d എന്ന ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ nth ടേം ഇതിൽ അറിയാം, നമുക്ക് n ആണ് എന്നറിയാം അല്ലേ. ഒന്നാമത്തെ 1, രണ്ടാമത്തെ 2, അങ്ങനെ n-ാമത്തെ n. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒറ്റ സംഖ്യ ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്താണ്? 2n, ഇരട്ട സംഖ്യയിൽ നിന്ന് 1 കുറവ്, 2n - 1 അല്ലേ. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇനി അറിയില്ലാത്തവർക്ക് dn + f - d. ശരിയല്ലേ? dn എന്ന് പറഞ്ഞാൽ 2n, 2n + f ഫസ്റ്റ് 1, 1 - 2 അതായത് -1, 2n - 1 എന്ന് വരും. ചെയ്തു നോക്കൂ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ അറിയില്ല എങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. dn + f - d. d എന്ന് പറയുന്നത് 3 ആണ് പൊതുവ്യത്യാസം, ഇതിന്റെ പൊതുവ്യത്യാസം 3. എല്ലാവരും ചെയ്തു നോക്കൂ. ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ചെയ്തു നോക്കൂ കേട്ടോ. 3 പൊതുവ്യത്യാസം, ഫസ്റ്റ് ടേം 1 ആണ്. അത് വെച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 3 ഡിക്ക് പകരം 3, n പ്ലസ് എഫിന് പകരം 1 മൈനസ് ഡിക്ക് പകരം 3. അതായത് 3n പ്ലസ് 1 മൈനസ് 3. 1ൽ നിന്ന് 3 കുറഞ്ഞാൽ 2 കുറവ് അല്ലേ, -2. 3n - 2 അല്ലേ. nth ടേം, ഈ സീക്വൻസിന്റെ nth ടേം 3n - 2. 3ന്റെ ഗുണിതത്തിൽ നിന്ന് 2 കുറവ് എന്നർത്ഥം. 3ന്റെ ഗുണിതത്തിൽ നിന്ന് 2 കുറവ്, 3ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 2 കുറവ് അല്ലേ. നോക്കൂ, ആദ്യത്തെ 3ന്റെ ഗുണിതം 3, അതിനേക്കാൾ 2 കുറവ് 1. രണ്ടാമത്തെ 3ന്റെ ഗുണിതം 6, അതിൽ നിന്ന് 2 കുറവ് 4. മൂന്നാമത്തെ 3ന്റെ ഗുണിതം 9, 9, അതിൽ നിന്ന് 2 കുറവ് 7 അല്ലേ. അങ്ങനെയാണ് ഓൾജിബ്ര 3n - 2. ഇതാണ് ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഈ സീക്വൻസിന്റെ ഒക്കെ ഓൾജിബ്ര എഴുതുക എന്നായിരുന്നു. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. if y1, y2, y3 stands for the sum of first n terms. Sum of first n terms. Sum of first n terms. Sum ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. Sum of first n terms of these sequences. Then prove that y1 plus y3 equal to 2y2. y1 plus y3 equal to 2y2. എന്താണ് പറഞ്ഞത് മക്കളെ?
നമ്മൾ ഈ ആദ്യത്തെ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മ് y1, രണ്ടാമത്തെ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മ് y2, മൂന്നാമത്തെ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മ് y3 ആണെങ്കിൽ ആദ്യത്തെ സം ഓഫ് n ടേംസും ആദ്യത്തെ സീക്വൻസിന്റെ മൂന്നാമത്തെ സീക്വൻസിന്റെ സം ഓഫ് n ടേംസും ആഡ് ചെയ്താൽ എന്താണ് രണ്ടാമത്തെ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മിന്റെ ഡബിൾ ആയിരിക്കും. ഇനി പറഞ്ഞാൽ ക്ലിയർ ആവുന്നില്ല അല്ലേ? നോക്കാം നമുക്ക്. നമ്മുടെ സമ്മിനെ സൂചിപ്പിക്കാൻ ഇവര് y1, y2, y3 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സീക്വൻസ് ഫസ്റ്റ് സീക്വൻസ് ആണ്. ഇതിന്റെ സം ഓഫ് n ടേംസ്, സം എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് n ടേംസ് ഓൾജിബ്ര എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നിങ്ങൾക്കറിയാം ഫസ്റ്റ് ടേമിന്റെ n ആണ്. n ആണെങ്കിൽ അതിന്റെ n ടേംസിന്റെ സമ്മ്, അതായത് സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n into n plus 1/2. ഓക്കെ അല്ലേ? n into n plus 1/2 ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. 1 plus 2 plus 3 plus etc. അല്ലേ? അതായത് n into n plus 1/2. രണ്ടാമത്തെ സീക്വൻസ് ആണെങ്കിൽ സം ഓഫ് n ടേംസ് എന്തായിരിക്കും? ഇത് y1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് y2. രണ്ടാമത്തെ സീക്വൻസ് എന്താണ്? അത് ഒറ്റ സംഖ്യയുടെ അല്ലേ ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്. നമുക്കറിയാമല്ലോ ഓഡ് നമ്പേഴ്സിന്റെ സം ചെയ്ത് നോക്കാതെ തന്നെ പറയാൻ സാധിക്കും അല്ലേ? എന്താണ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക n² ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക n² ആണ്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് നീക്കം ചെയ്യാം. n into n n² plus n into 1n/2 എന്നും എഴുതാം കേട്ടോ. ഇത് തന്നെയാണ് ഇത്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ സീക്വൻസിന്റെ സമ്മ് y3 ആണ്. y3 കാണാനുള്ള മാർഗം എന്താണ്? അതിന്റെ ഓൾജിബ്ര 3n - 2 ആണ്. ഇതിന്റെ ഓൾജിബ്ര xn എന്ന് പറയുന്നത് 3n - 2 ആണ്. പറയൂ മക്കളെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ 3 into n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക 1 plus 2 plus etc plus n മൈനസ് കാണാനില്ലേ -2 എന്നാണ്. 2 എത്ര ടൈംസ്? n ടൈംസ്, അതായത് 2n -2n. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 into ഇതിന്റെ സം എത്രയാണ്? ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം n into n plus 1/2. ശരിയല്ലേ? -2n. ക്ലിയർ? ഇതൊന്ന് ബ്രാക്കറ്റിൽ നീക്കം ചെയ്യാം. 3 into n into n plus 1/2 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? n² plus n/2 എന്നുള്ളത്. ഇതിൽ നിന്ന് 2n മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് കൂടി ഒന്ന് നീക്കം ചെയ്യാം. 3n² plus 3n 3 into n² plus 3 into n 3n/2. ഇതിൽ നിന്ന് 2n മൈനസ് ചെയ്യണം. നമുക്ക് ഇവിടെയും 2n ആണ് മൈനസ് ചെയ്യേണ്ടത്. ഞാൻ ഈ 2n ഡിവൈഡഡ് ബൈ 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരേ ഡിനോമിനേറ്റർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തായി? 3n² plus 3n/2 minus 4n/2 എന്ന് വന്നു. ഒന്നുകൂടി പറയാം. നോക്കൂ, y3 എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓൾജിബ്ര 3n - 2 ആണെങ്കിൽ അതിന്റെ സം ഓഫ് n ടേംസ് 3 into n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, അതായത് n into n plus 1/2 minus 2n എന്നാണ് വരിക. ഇതിനെ നമ്മൾ n into n plus 1/2 ബ്രാക്കറ്റ് നീക്കം ചെയ്ത് മുമ്പ് ചെയ്തു വെച്ചതുകൊണ്ട് n² plus n/2 എഴുതി -2n. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റ് ഒക്കെ നീക്കം ചെയ്തു. 3n² plus 3n/2 എന്ന് എഴുതി -2n എന്നാണ്. നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഇവിടെയും ഡിനോമിനേറ്റർ 2 കൊണ്ടുവരികയാണ്. ഡിനോമിനേറ്ററിൽ 2 അല്ലെങ്കിൽ ന്യൂമറേറ്റർ അംശം 2 കൊണ്ട് ഗുണിക്കണം. നോക്കൂ, നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. y3 എന്ന് പറയുന്നത് അല്ലെ മൂന്നാമത്തെ സീക്വൻസിന്റെ സം ഓഫ് n ടേംസ് 3n² plus 3n/2 minus 4n/2.
അതായത് മക്കളെ ഇത് എത്രയാണ്? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുകയാണ്, അത് ബൈ 2. 3n സ്ക്വയർ പ്ലസ് 3n, 3n സ്ക്വയർ പ്ലസ് 3n. ഇതിന്റെ അംശം ന്യൂമറേറ്റർ -4n എഴുതാം അല്ലേ? അപ്പോൾ എത്ര വന്നു? 3n സ്ക്വയർ -n ബൈ 2 എന്ന് വന്നു. ഇതാണ് y3. മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് y1 ഉം y3 തമ്മിൽ കൂട്ടി നോക്കാനാണ്. അത് 2y2 ഈക്വൽ ആവും എന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ? 2y2 എന്ന് പറഞ്ഞാൽ 2n സ്ക്വയർ എന്ന് കിട്ടണം. y1 ഉം y3 യും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുകയാണ്. ഇതാണ് ലെഫ്റ്റ് സൈഡ്. പ്രൂവ് ചെയ്യണതിന്റെ ലെഫ്റ്റ് സൈഡ് y1 പ്ലസ് y3 ആണ്. ആഡ് ചെയ്ത് നോക്കാം. y1 എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയർ പ്ലസ് n ബൈ 2 ആണ്. y1 ഉം y3 ആഡ് ചെയ്യണം. y3 ഇതാ y3 3n സ്ക്വയർ മൈനസ് n ബൈ 2. ഭാഗ്യം ഡിനോമിനേറ്റർ ഈക്വൽ ആണ് അല്ലേ? ഛേദം തുല്യമാണ്. ഛേദത്തെ തുല്യമാക്കേണ്ട ഇനി ഒരു ആവശ്യമില്ല. നോക്കാം. അതേ ഛേദം എഴുതി അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു. അതായത് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാണ്. n സ്ക്വയർ പ്ലസ് n പ്ലസ് 3n സ്ക്വയർ മൈനസ് n. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിലും സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ n സ്ക്വയറും മേടിയിട്ട് എത്രയാണ്? ഈ n സ്ക്വയറും ഈ n സ്ക്വയറും. ഒരു n സ്ക്വയറും 3n സ്ക്വയറും ആഡ് ചെയ്താൽ 4n സ്ക്വയർ പ്ലസ് n ഉം മൈനസ് n ഉം ആഡ് ചെയ്താൽ 0 വരും അല്ലേ? അപ്പോൾ 4n സ്ക്വയർ മാത്രമാകും ബൈ 2. 2 4 2 ടൈംസ് അല്ലേ? 2 4 2 ടൈംസ്. അതായത് നമുക്ക് 2n സ്ക്വയർ എന്നാണ് വന്നത്. നമുക്കിപ്പോ എന്ത് കിട്ടി മക്കളെ? y1 ഉം y3 യും ആഡ് ചെയ്തപ്പോ നമുക്ക് വന്നത് 2n സ്ക്വയർ എന്നാണ്. പക്ഷേ ഇത് തന്നെയല്ലേ 2 ഇൻറ്റു n സ്ക്വയർ എന്ന് പറയുന്നത് y2 അല്ലേ മക്കളെ? അതായത് 2/2. Hence the proof. y1 plus y3 equal to 2/2. Hence the proof. അല്ലേ? തെളിയിക്കൽ കഴിഞ്ഞില്ലേ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് കഴിഞ്ഞു. അതായത് നമ്മുടെ തെളിയിക്കൽ അവസാനിച്ചു എന്നർത്ഥം. ഇത്രയാണ് നമ്മൾ y1 y2 y3 എന്നുള്ളത് സം ഓഫ് n ടേംസ് ഓഫ് 3 സീക്വൻസസ് ആണ് എന്നൊരു ഐഡിയ മനസ്സിൽ വെച്ച് ആ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is 2n square plus 3n. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപമാണ് 2n സ്ക്വയർ പ്ലസ് 3n. അതായത് n പദങ്ങളുടെ തുക. നോക്കൂ. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം and common difference. സം ഓഫ് n ടേംസ്. ഞാൻ സിമ്പിൾ ആയിട്ട് അതിനെ SN എന്ന് നോട്ട് ചെയ്യുകയാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് 2n സ്ക്വയർ പ്ലസ് 3n എന്നാണ്. നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്ത കൺക്ലൂഷനിൽ നിന്ന് പറഞ്ഞിരുന്നു SN എന്ന് പറയുന്നത് സമ്മ എന്ന് പറയുന്നത് an സ്ക്വയർ പ്ലസ് bn എന്നാണെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് ടേം കിട്ടുക n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും n-ന്റെ കോയിഫിഷ്യന്റും തമ്മിൽ ആഡ് ചെയ്തത്. ഓക്കെ. n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് പ്ലസ് n-ന്റെ കോയിഫിഷ്യന്റ് എന്നായിരുന്നു. അതേപോലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 2 ടൈംസ് ആയിരുന്നു അല്ലേ? 2 ഇൻറ്റു a. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. അതായത് എന്താണ് ഇവിടെ വരിക? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതിലുള്ള നമ്പേഴ്സ് 2 പ്ലസ് 3 5. ഓക്കെ അല്ലേ? ഡി എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് n സ്ക്വയറിന്റെ ഗുണകത്തിന്റെ 2 മടങ്ങ്. അതായത് 2 ഇൻറ്റു 2 ഇവിടെ 2 അതായത് 4. ഓക്കെ. ഇതാണ് ഒരു എളുപ്പമാർഗം, പെട്ടെന്ന് കിട്ടുന്ന മാർഗം. നമ്മൾ അത് കുറെ ചെയ്ത് നമ്മൾ സ്വയം പഠിച്ചെടുത്ത ഒരു മാർഗമാണിത്. ഇനി അല്ല, നമുക്ക് ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ എങ്ങനെയാണ്? സം ഓഫ് n ടേംസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n ആണെങ്കിൽ n-ന് 1 കൊടുത്താൽ ഒരു ടേമിന്റെ സം കിട്ടും. ഒരു ടേമിന്റെ സം, ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ ആ പദം തന്നെയാണ്. അതായത് ഫസ്റ്റ് ടേം ആണ്. 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1. ഓക്കെ. അതായത് 2 പ്ലസ് 3 5 എന്ന് വരും. ഇതെല്ലാം കുട്ടികളും ചെയ്യും. പക്ഷേ നെക്സ്റ്റിലെ രണ്ടാം പദം കിട്ടുന്നതിന് പല കുട്ടികളും n-ന് 2 കൊടുക്കും.
എന്നിട്ട് ആ വില എടുത്ത് എഴുതാറാണ് സാധാരണ ക്ലാസ്സിലെ പതിവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുട്ടികൾ ഇത് ചെയ്തൂടെ. അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ബീജഗണിതവും തുകയുടെ ബീജഗണിതവും വ്യത്യാസമുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ ഈ രീതിയിലും ചെയ്യാം. ഓക്കെ, രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സം ഓഫ് ടു ടേംസ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2 ഇൻറ്റു എന്നിന് പകരം 2 ആണ് അല്ലേ. 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2. ഞാൻ എപ്പോഴും പറയുന്നു ഈ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ബ്രാക്കറ്റിൽ കൊടുക്കുമോ. 2 ഇൻറ്റു 4 8, 8 പ്ലസ് 6 14. ശരിയല്ലേ. ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക 14 എങ്കിൽ ഒന്നാം പദം എത്രയാണ്? x1 പ്ലസ് x2 ആണ് 14. x1 ഒന്നാം പദം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്നാം പദം? ഒന്നാം പദം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 5 അല്ലേ. 5 പ്ലസ് x2 ആണ്. 5 പ്ലസ് x2 ആണ് 14 അല്ലേ. എങ്കിൽ രണ്ടാം പദം എന്ത് കിട്ടും? x2 സമം 14 മൈനസ് 5 9 എന്ന് കിട്ടും. രണ്ടാം പദം 9. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാം പദം കിട്ടാൻ x2 കിട്ടുന്നതിന് പൊതുവ്യത്യാസത്തോടു കൂടി ഒരു d കൂട്ടേണ്ടി വരും. 5നോട് 4 കൂട്ടി 9 എന്ന് കിട്ടും. രണ്ട് രീതിയിലും ആദ്യ പദവും രണ്ടാം പദവും കിട്ടും. ഏത് രീതിയാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഓരോരുത്തർക്കും താല്പര്യമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതാണ് ഓൾജിബ്ര യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സീക്വൻസ് എഴുതാനുള്ള ഒരു മാർഗം. ക്ലിയർ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടാൽ നമുക്ക് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം കാണാനും ചോദിക്കും. ഇവിടെ തീർച്ചയായിട്ടും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് തുകയുടെ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞ് അത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുന്നതിന്. അതായത് സമ്മിന്റെ ഓൾജിബ്ര തന്നിട്ട് പിന്നെ എന്താണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര കാണാൻ എല്ലായ്പ്പോഴും ഒരു 3 മാർക്കിനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇത്തരം പ്രോബ്ലംസിനെ ശ്രദ്ധിച്ച് പഠിക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡ് ശരിയായ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ക്ലിയർ? ഇതിന്റെ സി പാർട്ട് നോക്കൂ. സം ഓഫ് n ടേംസ് തന്നിട്ട് അവർ ചോദിച്ചത് സം ഓഫ് 10 ടേംസ് ആണ് അല്ലേ. സം ഓഫ് 10 ടേംസ് കാണാൻ വളരെ സിമ്പിൾ അല്ലേ. ഇതിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സം ഓഫ് n ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഓൾജിബ്ര ഓഫ് സം തന്നിട്ടുണ്ടെങ്കിൽ എന്നിന് പകരം ഇവിടെ എത്ര കൊടുത്താൽ മതി? എന്നിന് പകരം 10 കൊടുത്താൽ മതി. n ഈക്വൽ ടു 10 ആണ്. ഇതിലൊന്ന് വില ചേർത്ത് നോക്കൂ. 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 10. ഓക്കെ, ശരിയല്ലേ? അതായത് 2 ഇൻറ്റു 100 പ്ലസ് 30 230 എന്ന് വരും അല്ലേ. 230 എന്ന് വരും. സം ഓഫ് 10 ടേംസ് 230. ഇനി നിങ്ങൾക്ക് ഈ വേറൊരു രീതിയിലും ചെയ്യാം. 10 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് ഫസ്റ്റ് ടേമും ഡിയും കിട്ടിയിട്ടുണ്ട്. 10 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് പല രീതിയിലും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ രീതി ഉപയോഗിച്ചും ഇവിടെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓൾജിബ്ര യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായി സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ എന്നിന് പകരം 10 കൊടുത്താൽ നമുക്ക് 10 പദങ്ങളുടെ തുക കിട്ടും. എന്നിന് പകരം എത്ര വിലയാണോ കൊടുക്കുന്നത് അത്ര പദങ്ങളുടെ തുക കിട്ടും. എന്നിന് 100 എന്ന് കൊടുത്താൽ 100 പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, എന്നിന് 25 കൊടുത്താൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കിട്ടും. ഓക്കെ, നോക്കൂ മക്കളെ, ഇനി ഒരു അസേർഷൻ റീസൺ, ഒരു പ്രസ്താവന കാരണം പ്രോബ്ലമാണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഈ വർഷം മുതൽ ഉണ്ടായിരിക്കും കേട്ടോ. പ്രസ്താവന കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അസേർഷൻ പറഞ്ഞിരിക്കുന്നത്, പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് സം ഓഫ് എനി 25 ടേംസ് ഓഫ് the arithmetic sequence 4n-1 can be 2026. അതായത് ആ പ്രസ്താവന എന്താണ്? 4n-1 എന്ന ഓൾജിബ്രൈക് ഫോം ബീജഗണിത രൂപമുള്ള സമാന്തര ശ്രേണികളുടെ 25 പദങ്ങളുടെ തുക, ഏതെങ്കിലും 25 പദം, അടുത്തടുത്ത ആണെന്നില്ല, ഏതെങ്കിലും 25 പദങ്ങളുടെ തുക 2026 ആയിരിക്കും എന്നാണ് ആദ്യത്തെ പ്രസ്താവന പറയുന്നത്. രണ്ടാമത് അതിന് കാരണം റീസൺ പറയുന്നത് സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് കനോട്ട് ബി ആൻ ഈവൻ നമ്പർ. എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യയുടെ തുക ഒരിക്കലും ഇരട്ട സംഖ്യ ആവില്ല. എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആകില്ല
എന്നാണ് കാരണം. നോക്കൂ, ഏതായിരിക്കും ഇതിലെ ശരി? നമുക്ക് ആ ഒരു സീക്വൻസിനെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതാണ് ഇതിലെ ശരിയായ ചോയ്സ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആ സീക്വൻസ് ഏതാണെന്ന് അറിയണം, അല്ലേ? HCl എന്ന് പറയുന്നത് 4n-1 ആണ്, 4n-1 ആണ്. അതായത് ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4-1 3, അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n-ന്റെ കോഎഫിഷ്യന്റ് 4-മാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് 3-ൽ നിന്ന് തുടങ്ങി 4 വീതം കൂടുകയാണ്, അല്ലേ? 3, 7, അതുപോലെ 11, 15 എക്സെട്ര. അതായത് തീർച്ചയായിട്ടും ഒരു ഈവൻ നമ്പറെ ഒരു ഓഡ് നമ്പറിനോട് ആഡ് ചെയ്താൽ ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുക, അല്ലേ? ഒരു ഒറ്റ സംഖ്യയോട് ഒരു ഇരട്ട സംഖ്യ കൂട്ടി പോയാൽ എല്ലാതും ഒറ്റ സംഖ്യകൾ തന്നെയാണ് കിട്ടുക. അതായത് ഈ സമാന്തര ശ്രേണിയിൽ എല്ലാ പദങ്ങളും ഒറ്റ സംഖ്യകളാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് 25 പദങ്ങളുടെ തുക ഈ സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത എന്ന് പറയണമെന്നില്ല, ഏതെങ്കിലും 25 പദങ്ങളുടെ തുക 2026 ആകുമോ? നിങ്ങൾക്കറിയാം, ഒറ്റ സംഖ്യയുടെ തുക എണ്ണം ഒറ്റ സംഖ്യയാണ്. എന്താ 3, 7, 10 അത് എണ്ണം ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് ഒരു ഇരട്ട സംഖ്യയാവും. എന്നാൽ 3, 7, 10, 10, 11, 21 അതൊരു ഒറ്റ സംഖ്യയാണ്. 3 എണ്ണം എടുത്താൽ ഒറ്റ സംഖ്യ, 5 എണ്ണം എടുത്താൽ ഒറ്റ സംഖ്യ, 7 എണ്ണം, അല്ലെ? 7 പദങ്ങളുടെ തുക ഒറ്റ സംഖ്യ. ക്ലിയർ? 2 പദങ്ങളുടെയും 4 പദങ്ങളുടെയും ഒക്കെയാണ് ഇരട്ട സംഖ്യ വരുള്ളൂ. ഒറ്റ സംഖ്യകളാണ് എണ്ണം എടുക്കുന്നതെങ്കിൽ, ഒറ്റ സംഖ്യകളാണ് എടുക്കുന്നതെങ്കിൽ അത്രയും പദങ്ങളുടെ തുക എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞത്? 2026 ഒരു ഈവൻ നമ്പറാണ്. അതായത് നമ്മൾ പറയാൻ സാധിക്കും 25 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 4n-1 can be എന്നാണ് പറഞ്ഞത്. 2026 ആകും എന്ന് പറഞ്ഞത് തെറ്റല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഞാൻ ഈ can be എന്നല്ല cannot be എന്നാണ് വേണ്ടത് അവിടെ, അല്ലേ? 2026 ഈവൻ നമ്പറാണ്. 25 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. 25 പദങ്ങളുടെ എണ്ണം 25 ഒറ്റ സംഖ്യയാണ്. 25 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 25 പദങ്ങളുടെ തുക, 25 ഒറ്റ സംഖ്യയുടെ തുക എല്ലായ്പ്പോഴും ഒറ്റ സംഖ്യ മാത്രമേ ആയിരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2026 ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഏത് തെറ്റാണ്? എ ഈസ് ഫോൾസ് എന്നുള്ളത് ശരി. എ ഫോൾസ് ആണ്, അതായത് എ ഫോൾസ്. അപ്പോൾ അത് എ ഫോൾസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ആണുള്ളത്, സിയോ ഡിയോ. ഇത് രണ്ടും അല്ല ആൻസർ എന്ന് മനസ്സിലായി. സി ആണോ ഡി ആണോ എന്നാണ്. നെക്സ്റ്റ് റീസൺ പറയുന്നത് സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് കനോട്ട് ബി എൻ ഈവൻ നമ്പർ. ശരിയല്ലേ? ഒറ്റ സംഖ്യ, എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ഒറ്റ സംഖ്യയുടെ തുക ഒരിക്കലും ഇരട്ട സംഖ്യ വരില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരിയാണ്, അല്ലേ? ഒറ്റ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ആ പദങ്ങൾ ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും എന്ത് വരില്ല? ഒരു ഇരട്ട സംഖ്യ വരില്ല, ഒരു ഈവൻ നമ്പർ ആവില്ല. അത് കറക്റ്റാണ്. അതായത് റീസൺ കറക്റ്റാണ്. അത് ഏത് ഓപ്ഷനാണ് വരിക? എ ഈസ് ഫോൾസ്, ആർ ഈസ് ദ കറക്റ്റ് റീസൺ ഫോർ എ. അതായത് നമ്മുടെ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അസേർഷൻ ഫോൾസ് ആണ്, അസേർഷൻ തെറ്റാണ്, പ്രസ്താവന തെറ്റാണ്. എന്നാൽ റീസൺ, കാരണം പറയുന്നത് ശരിയാണ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് നാം എഴുതേണ്ടത്. അപ്പം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ്റെ അസേർഷൻ പറയുന്നത് ശരിയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ റീസൺ ശ്രദ്ധിക്കുക കേട്ടോ. അവ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നിങ്ങളൊരു നിഗമനത്തിലെത്തുക. ക്ലിയറല്ലേ? അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വളരെ ഈ വർഷം 10ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. ഈ വർഷം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയത്, ഈ വർഷം എക്സാം പാറ്റേണിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് പഠിക്കുക. പാറ്റേൺ ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ധാരാളം കാണാൻ സാധ്യതയില്ല. ചില ഇതുപോലെ കേസ് സ്റ്റഡി കാണാൻ സാധ്യതയുണ്ട്. മാച്ചിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ്, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ്, പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ
മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അധികം കാണില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇക്കൊല്ലം നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കും. ഇക്കൊല്ലം നിങ്ങളത് ശ്രദ്ധിച്ച് അത്തരം ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി ഈ ഫസ്റ്റും തേർഡും അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയായിരുന്നു. ഞാൻ സമഗ്രയുടെ SCERT ക്വസ്റ്റ്യൻ പേപ്പർ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞതാണ്. അത് ഒരു വീഡിയോ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. ഫസ്റ്റും തേർഡും കൂടി നമുക്കൊരു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് നടത്തുന്നതാണ്. എല്ലാവരും കാണണം കേട്ടോ. ഫസ്റ്റ് അതായത് SCERT സമഗ്രയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെയുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും ചേർത്ത് നമുക്ക് സമഗ്രയുടെ SCERT ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊരു വീഡിയോ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. ഇനി സമാന്തര ശ്രേണിയുടെ 2 ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും മറ്റു ചാപ്റ്റേഴ്സുമാണ് ഇനി എടുക്കാനുള്ളത്. അതിൻ്റെ ഒരു ക്ലാസ്, ഒരു വീഡിയോ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് ഞാൻ വരുന്നതാണ്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.